ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ രാമായണ മാസം ആരംഭം തുടങ്ങി. വ്യാഴാഴ്ച 1-ാം തീയതിയാണ്, കർക്കിടക മാസം 1-ാം തീയതിയിലെ. അപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രാമായണ മാസം തുടങ്ങാനും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കർക്കിടക കഞ്ഞി, അതേപോലെ ഔഷധ കഞ്ഞികൾ വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, അല്ലാണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കർക്കിടക മാസം 1-ാം തീയതി, അപ്പോൾ വ്യാഴാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. അപ്പോൾ എന്താ പറയുക, ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങും ഞങ്ങളുടെ ആ പരിപാടി. ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങും. അതെന്താണെന്ന് അറിയണം നിങ്ങൾക്ക്. അപ്പോൾ അറിയണമെങ്കിൽ ആദ്യം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ ഒന്നാമത് നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താണെന്ന് ആ സബ്സ്ക്രൈബ് പൊളിക്കാട്ടോ, വേറെ ഒന്നുമല്ല. എല്ലാവർക്കും കർക്കിടക മാസം 1-ാം തീയതി പറഞ്ഞാൽ രാമായണ മാസം ആരംഭമാണ്. അതേപോലെ ഔഷധക്കഞ്ഞി വയ്ക്കും. അങ്ങനെ പലതരം ഔഷധക്കഞ്ഞികൾ കുടിക്കും. കടുക്, വെന്തയക്കഞ്ഞി, അതേപോലെ ചെറുപയർക്കഞ്ഞി, അങ്ങനെ പല ഇതിലുണ്ട് അല്ലേ. അപ്പോൾ അതല്ലാതെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷെ എന്നാൽ പാലക്കാടുകാർക്ക് അറിയായിരിക്കും. ചംക്രാന്തി എന്ന് പറയും. ചംക്രാന്തി എന്ന് പറയും. ചംക്രാന്തി എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്താന്ന് പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല. വേറെ ജില്ലയിലുള്ളവർക്ക് അങ്ങനെ അത്ര അറിയാൻ, വെയിലടിക്കണം മുതിക്ക് അത്ര അറിയുന്നവർ ചിലപ്പോൾ ഉണ്ടാവും. എല്ലാവർക്കും അറിയില്ല. ഇത് മെയിനായിട്ട് പാലക്കാടുകാരാണ് ഇത് ആഘോഷിക്കുന്നത്, ചംക്രാന്തി എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വ്യാഴാഴ്ചയാണ് 1-ാം തീയതി. അപ്പം നമ്മൾ ഈ ബുധനാഴ്ച വൈകുന്നേരം നമ്മുടെ വീടൊക്കെ ബുധനാഴ്ച അല്ല, അതിൻ്റെ മുന്നേ നമ്മൾ 1-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ വീടൊക്കെ തട്ടിയടിച്ച് അതിൻ്റെ കുപ്പകൾ ഒരു മൺചട്ടിയിലിട്ട് വെക്കും. എന്നിട്ട് വേസ്റ്റുകൾ തട്ടിയടിച്ച് ഉള്ളൊക്കെ അടിച്ച് തുടച്ച് എല്ലാവിടെയും തുടച്ച് നമ്മൾ അതൊരു വേസ്റ്റ് മൺചട്ടിയിലിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു താളിൻ്റെ ഇല, പിന്നെ ചൂല്, ഇതെല്ലാം കൂടി വെക്കും. എന്നിട്ട് വ്യാഴാഴ്ച 1-ാം തീയതി ആണെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം നമ്മൾ എല്ലാവിടെയും അടിച്ച് വിട്ട് തുടച്ച്, അതേപോലെ അടിച്ച് വിടുമ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ, ചൂല്, താളിൻ്റെ ഇല, അതിൻ്റെ തണ്ട്, അപ്പം അതൊക്കെ കൂടിയെടുത്ത് പിന്നെ എന്താ പറയുക, തിരി കത്തിച്ചിട്ട് നമ്മൾ ഈ ചട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ചട്ടി നമ്മൾ ഐതിഹ്യമാണ് കേട്ടോ. ഇത് നമ്മൾ ഒരവിടെ കൊണ്ട് വെക്കണം, ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണം. അതിന് പറയാതെ നമ്മൾ കൊണ്ടുപോയിട്ട് അതങ്ങനെ വെക്കാനുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുവരെയുള്ള ഒരു വർഷത്തിലുള്ള എന്താ പറയുക മൂദേവികൾ, അങ്ങനെ എന്തോ ഞാൻ പറയും, കെട്ടതൊക്കെ എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. അപ്പോൾ ദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു വർഷത്തേക്ക് നല്ല ലക്ഷ്മി കടാക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി അത് അവിടെ വെക്കണം. അപ്പം അത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയണം. ചേട്ടാന്ന് പറയും. ഈ കൊണ്ടുപോകണ സാധനം ചേട്ട കളയാന്ന് പറയും. അപ്പോൾ ഈ ചട്ടിയിൽ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചേട്ട കളയാൻ പോകുക എന്ന് പറയും. ഈ ചേട്ട കളയുമ്പോൾ നമ്മൾ മൂദേവി പോയി ലക്ഷ്മി ദേവി വാ കണ്ട് പറഞ്ഞിട്ട് വേണം പോകുക. എവിടെയും തിരിഞ്ഞു നോക്കാണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ട് വേണം പോകണം. പോയിട്ട് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അതവിടെ വെച്ച് നേരെ കുളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ടാണ് വരിക. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ചെറുതായിരിക്കുമ്പോൾ, ഞാൻ കല്യാണം കഴിയാത്ത മുന്നൊക്കെ ചെറുതായിരിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി അമ്മ അവിടെ കൊണ്ടുവച്ച് ഞാനും പോയിട്ടുണ്ട്. അങ്ങനെ കുളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം അവിടെ വെച്ചും കൊണ്ട് നമ്മൾ നേരെ വീട്ടിക്കാൻ വരിക. അപ്പോൾ ആരിനെയും നോക്കാണ്ട് ആ തിരി കെടാണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് ഒരു കാട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്ത അവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം. ചേട്ടുപോയി ശിവോദിവാ പറഞ്ഞണം. ചേട്ടുപോയി ശിവോദിവാ പോയി പറഞ്ഞു. ഓരോരവിടെ ഓരോ ഭാഷ പറയുന്നത്. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ കുളം ഉണ്ടെങ്കിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വരും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പം നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ മൈലാഞ്ചി നിറയെ വലിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ആ രാത്രി നമ്മൾ അരച്ചിട്ട് എല്ലാവരുടെയും ഇറച്ചിപ്പൊതി കിട്ടും. 2 കയ്യിൽ ഇറച്ചിപ്പൊതി കെട്ടിക്കൊടുക്കും. അരച്ച് വെച്ച് നമ്മൾ ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്ത് ഒരു വൈകുന്നേരം 7 മണി 8 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് 2 കയ്യിൽ ഇറച്ചിപ്പൊതി കെട്ടിക്കൊടുക്കും. ഞാനൊക്കെ കെട്ടിയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോഴും എൻ്റെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇറച്ചിപ്പൊതിയും കിട്ടും.
ഇറച്ചി പൊതി കെട്ടിയിട്ട് നമ്മ ഉറങ്ങണ നേരം വെളുക്കണ വരെയും അതങ്ങനെ വെക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴേക്കും തുറന്ന് ഇതഴിക്കണം. അഴിക്കുമ്പോൾ നല്ല തുടേന്നുണ്ടാവും, ചുവപ്പ് കളറായിട്ടുണ്ടാവും. ഇലമൈലാഞ്ചിയല്ലേ, അപ്പം അതങ്ങനെ ഉണ്ടാവും. അപ്പം അത് രാവിലെ എണീച്ച് നമ്മ വരുമ്പോൾ നമ്മ വീട്ടിലെ അമ്മയാണെങ്കിൽ എന്തെയും നമ്മ തലേ ദിവസം അരിമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, മാവ് അരച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം അതിന് ദോശ ഉണ്ടാക്കി തരും. കൊട്ടെണ്ണയൊക്കെ ഒഴിച്ച് ഇത്തിരി തൂകി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഉറങ്ങിച്ച് വരുന്നത് ഈ കയ്യൊക്കെ അഴിച്ച് കഴുകി കൊണ്ട് ആ എണ്ണ കുറച്ച് കയ്യിലാക്കിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ആയിരിക്കും. അപ്പോഴാണ് നോൺ സ്റ്റിക്ക് വന്നത്. നേരത്തെ മൺചട്ടിയായിരുന്നു. അപ്പം അതിൽ നമ്മ ഇങ്ങനെ എണ്ണയാക്കിയിട്ട് കൊട്ടെണ്ണയാക്കിയിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചതിൽ ഇങ്ങനെ വെക്കും. കൈ വെച്ചിട്ട് ആ മണക്കുമ്പോൾ എന്തൊരു മണമായിരിക്കും അറിയോ, ആ മൈലാഞ്ചിയുടെയും നല്ല മണമായിരിക്കും. അപ്പം മക്കൾ പിണങ്ങിയതായിരുന്നു. അപ്പോൾ നല്ല മണമായിരിക്കുന്നുണ്ട്. അതിപ്പോൾ തന്നെ എനിക്ക് പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ ആ ദോശയും ഇങ്ങനെ ദോശയും പിന്നെ അമ്മ കുമ്പളങ്ങി ഇറച്ചിയും വെച്ചിട്ടുണ്ടാവും, പിന്നെ ഇറച്ചിക്കറി ഉണ്ടാവും. ഇതൊക്കെ കൂടി അന്ന് സംക്രമം ദിവസം ആക്കിയിട്ടുണ്ടാകും, കർക്കിടക 1-ാം തീയതി. എന്നിട്ട് ഈ ദോശയും കാരണവർക്ക് വെച്ചു കൊടുക്കുക എന്ന് പറയും. മരിച്ച ആൾക്കാർക്ക് അന്നാണ് ഞങ്ങൾ വെച്ചു കൊടുക്കുക. അപ്പം ഈ ദോശയും കുമ്പളങ്ങി ഇറച്ചി ചോറ് ഇതൊക്കെ കൂടിയിട്ട് നമ്മ വെച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് പൂജ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മ അത് കഴിക്കും. നല്ല രസമുണ്ട് ആ ഒരു ദിവസം. പറഞ്ഞ് ഈ ദോശയും ചിക്കനും കഴിക്കണതിൻ്റെ അല്ല, മൈലാഞ്ചി ഇടണത്. ആ ഇല മൈലാഞ്ചി അരച്ച് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സോറി എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് സംക്രാന്തി എന്ന് പറയും. സംക്രാന്തി എന്നൊക്കെ പറയും. ഇത് പാലക്കാടുകാർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് എനിക്ക് അറിയുമെന്നറിയില്ല. അറിയണവരൊന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അവർക്കറിയും, എനിക്ക് കുറച്ച് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിയണമെങ്കിൽ ചിലപ്പോൾ ഈ പെണ്ണെന്താ ഇങ്ങനെ പറയുന്നത്, ഇവൾക്ക് ഇത്രേ അറിയുള്ളൂ എന്ന് ചിന്തിക്കരുത്. സോറി, ഞാൻ ആദ്യം സോറി ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലക്കാടുകാരൻ്റെ സംക്രാന്തി എന്ന് പറയുന്നത് കർക്കിടക 1-ാം തീയതിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി സദ്യയും കഴിച്ചിട്ടേ വരുള്ളൂ. കർക്കിടക മാസം സദ്യ കൊടുക്കുമല്ലോ, കർക്കിടക മാസം സദ്യ കൊടുക്കും, അതും കഴിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ. അപ്പം അങ്ങനെയാണ്. ചിലവിടെ കർക്കിടക കഞ്ഞിയായിരിക്കും അമ്പലത്തിൽ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇവിടെ സൺഡേ മാത്രമേ ഉള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ചെറിയ അമ്പലമാണ്. അപ്പോൾ കഞ്ഞിയും മത്തൻ കറിയാണ്. പക്ഷെ അതൊരു ചൂടോടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് അല്ലേ. പക്ഷെ എൻ്റെ വീട്ടിൽ വിത്തനശ്ശേരി നെന്മാർ ആ ഭാഗത്ത് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, സദ്യ സാമ്പാർ അങ്ങനെ, അത് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ അമ്പലമായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലക്കാടുകാരൻ്റെ സംക്രാന്തി. അത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സംക്രാന്തി അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് സംക്രാന്തി. ഞങ്ങളുടെ മൈലാഞ്ചിയുടെ ദോശയും ചിക്കനും കഴിക്കുക ഇതന്നെ. പക്ഷെ ആ ഒരു മൈലാഞ്ചിയിട്ട് ആ ഒരു ആഘോഷമില്ലേ. പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ നല്ല ചുളുക്കനെ വേദനയുണ്ടാവും. അതിൽ എൻ്റെ ചുവന്ന് ചിലവരില്ലേ, എൻ്റെ കുട്ടിക്കാലത്ത് ഈ കൈ ചുവന്നൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ വയസ്സായവരെന്ത് ചെയ്യും അറിയോ, കയ്യിൽ തന്നെ തുപ്പിത്തരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇപ്പോഴും ഞാൻ സംക്രമത്തിന് മൈലാഞ്ചി തന്നെ അലിയാണ് അരച്ചിട്ട് കൊടുക്കുക, ട്യൂബൊന്നും അടയ്ക്ക് ഇടാറില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയായാലും അതന്നെ ചെയ്തു കൊടുക്കുക. അപ്പം ഇത്രയുള്ള വീഡിയോ. മക്കൾ അവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബായ്. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്.